നടപടിക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങലയിൽ കൈകോർക്കാനൊരുങ്ങി കേരളം. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 ലക്ഷത്തിലധികം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. വിവിധ ജില്ലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. ആദ്യം സനോജ് സുരേന്ദ്രനിലേക്ക് പോകുന്നു. സനോജ് ആലപ്പുഴയിലാണുള്ളത്. സനോജ്, 4:30-ക്ക് മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ നടത്തുമെന്ന് മുൻപ് ഭാരവാഹികൾ അറിയിച്ചിരുന്നു. അല്പസമയം മാത്രമാണ് മറ്റൊരു ചരിത്ര നിമിഷത്തിലേക്ക് നാട് നടന്നെടുക്കാൻ കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് ആലപ്പുഴ ജില്ലയിലെ ക്രമീകരണങ്ങൾ? അസ്ദ, പുന്നപ്പറയും വയലാറും ഉൾപ്പെടെയുള്ള നിരവധി സമര പോരാട്ടങ്ങൾക്ക് ചരിത്രമെഴുതിയ മണ്ണാണ് ആലപ്പുഴയുടെ മണ്ണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഈ ചരിത്ര സമരത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടിയുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. അരൂര് മുതൽ ഓച്ചിറ വരെയുള്ള 110 കിലോമീറ്ററാണ് ദേശീയ പാതയോരത്ത് ആലപ്പുഴയിൽ ചങ്ങല തീർക്കുന്നത്. 1987-ൽ ഡിവൈഎഫ്ഐ ചങ്ങല തീർത്തപ്പോൾ മനുഷ്യ ചങ്ങല തീർക്കാൻ തീരുമാനിച്ച ഡിവൈഎഫ്ഐ ഒരു മനുഷ്യ മതിലാക്കി മാറ്റിയതിൻ്റെ ചരിത്രം ആലപ്പുഴയ്ക്കുണ്ട് എന്നാണ് ഇവിടുത്തെ മുൻനിര ഡിവൈഎഫ്ഐ മുൻപുണ്ടായിരുന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇവിടെ സമാനമായ ഒരു അനുഭവം ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴത്തെ നേതാക്കന്മാരും പങ്കുവയ്ക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ 110 കിലോമീറ്റർ, അതായത് ജില്ലയുടെ വടക്കേ അറ്റമായിട്ടുള്ള അരൂരിൻ്റെ MLA-യും ഗായികയുമായിട്ടുള്ള ദലീമയാണ് ചങ്ങലയിൽ ആദ്യ കണ്ണിയാവുക. ഒപ്പം തന്നെ ഓച്ചിറയിൽ, ജില്ലയുടെ വടക്കേ അറ്റമായിട്ടുള്ള ഓച്ചിറയിൽ വാസുദേവപിള്ള, രക്തസാക്ഷിയായിട്ടുള്ള വാസുദേവപിള്ളയുടെ സഹോദരി രാജമ്മ ടീച്ചറാണ് അവസാന കണ്ണിയാവുക. ജില്ലയിലുടനീളം പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ, സാഹിത്യകാരന്മാർ ഉൾപ്പെടെയുള്ളവർ ചങ്ങലയുടെ ഭാഗമാകും. TM തോമസ് ഐസക്ക്, CS സുജാത, ഒപ്പം തന്നെ സാഹിത്യകാരൻ ബെന്യാമിൻ, മാർ കുർലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ചങ്ങലയുടെ ഭാഗമായി മാറും. ഇപ്പോൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ നാടിൻ്റെ നാനാ തുറകളിൽ നിന്നും ഇപ്പോൾ ആലപ്പുഴയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക്, ദേശീയ പാതയോരത്തേക്ക് ചങ്ങലയുടെ ഭാഗമാകാൻ വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം, ആലപ്പുഴ ജില്ലയിൽ നിന്നുമുള്ള ആളുകളാണ് കോട്ടയം ജില്ലയുടെ ദേശീയ പാതയോരത്ത് ചങ്ങലയിൽ പങ്കെടുക്കുക. ഇപ്പോൾ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷൻ സമീപമാണ്. ഇവിടെ ഒരു സമര കോർണറുണ്ട്. ഇങ്ങനെ ദേശീയ പാതയോരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സമ്മേളനവും ചേരും, പ്രതിഷേധ യോഗവും ചേരും. അത്തരത്തിലുള്ള ഒരു സമര കോർണറിന് സമീപമാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ എത്തിയിട്ടുള്ള നേതാക്കന്മാരോടും ഒപ്പം തന്നെ പ്രവർത്തകരായിട്ടുള്ള ആളുകളോടും നമുക്ക് ഈ കാര്യത്തെക്കുറിച്ചും ഇവിടുത്തെ സമര രീതികളെക്കുറിച്ചും ചോദിച്ച് മനസ്സിലാക്കാം. ചേട്ടൻ പഴയ ഡിവൈഎഫ്ഐ ആയിരിക്കും. ഒരുപക്ഷെ 1987-ൽ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കപ്പെട്ട മനുഷ്യച്ചങ്ങലയിൽ ഭാഗമായിട്ടുണ്ടാവാം. അന്നത്തെ ഒരു അനുഭവം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? അന്നേണ്ട് ഡിവൈഎഫ്ഐയുടെ പരിപാടി നടന്ന സമയത്ത് മനുഷ്യച്ചങ്ങല ഡബിളിങ് അങ്ങോട്ട് വരുമെന്ന്, അത്ര തിക്കും തിരക്കൂടായിരിക്കും. അതായത് അത്ര ഒരു ഇത് നമ്മൾ കണക്കൂട്ടിയേക്കാൾ അമിതമായി ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ഡബിളിങ് ആയി. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇപ്പോഴും അതുപോലെ തന്നെ തീർച്ചയായും നല്ല വൻ വിജയത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല സെറ്റായിട്ട് ഈ അടുത്ത കോർണർ വരെ ഇപ്പോൾ പാളയനായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഇവിടെ തന്നെ എല്ലാ ആൾക്കാരും, എല്ലാ സാക്കളും വന്നുകൂടി തന്നിട്ടുണ്ട്. 87-ലെ ചങ്ങലയെ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ട്. അന്നൊക്കെ ചില പത്രമാധ്യമങ്ങളൊക്കെ ചങ്ങല പൊട്ടുമെന്ന് പ്രതീക്ഷിച്ച് പലയിടങ്ങളിൽ ഫോട്ടോഗ്രാഫർമാർ, അന്ന് ദൃശ്യമാധ്യമങ്ങൾ ഈ കാലഘട്ടത്തിലെ പോലെ ഇല്ല, പത്രമാധ്യമങ്ങളാണ്, അങ്ങനെ പ്രതീക്ഷിച്ച് പലയിടങ്ങളിൽ ഫോട്ടോഗ്രാഫർമാരെ നിയോഗിച്ചുവെങ്കിൽ പോലും നിരാശരായി എന്നാണ് പറയുന്നത്. അന്നത്തെ ഒരു ചങ്ങലയുടെ അനുഭവം എങ്ങനെയാണ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്? വളരെ ശക്തമായ രീതിയിലുള്ള പ്രവർത്തനമാണ്. ജനങ്ങൾ ഏറ്റെടുക്കുകയാണ് കാര്യങ്ങൾ. ഡിവൈഎഫ്ഐയുടെ യുവാക്കൾ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ളതിന് മുഖ്യമായ തെളിവായിരുന്നു 87-ൽ. അതേപോലെ തന്നെ ശക്തമായിരിക്കും ഈ മനുഷ്യച്ചങ്ങലയും. കാരണം കേന്ദ്രം അത്രയത്തോളം ജനങ്ങൾ ദ്രോഹിക്കുകയാണ്. പക്ഷത്തിൽ ഇപ്പോൾ കേന്ദ്രം ജനങ്ങൾക്കെതിരെ വളരെ രീതിയിലുള്ള ഇടപെടലുകൾ